നമസ്കാരം. താഴ്വാരം. രചന ബിജു കെ വി. ആ സമയം ലാലുവിന്റെ മൊബൈലിൽ ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു. അതിലെ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു: അളിയ, ലാലു, നീ എന്നോട് ക്ഷമിക്ക്. മാളു കാരണമാണ് ഞാൻ നിന്നെ അകറ്റിയത്. സോറി അളിയ. മറ്റന്നാൾ എൻ്റെ ബർത്ത്ഡേ ആണ്. മാളുവും ഞാനും നീയും മാത്രമേ കാണൂ. നിങ്ങൾ തമ്മിലെ പ്രശ്നം പറഞ്ഞു തീർക്കാം. അവളാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത്. ചെറിയൊരു സെലിബ്രേഷൻ അവളുടെ ഒരു അങ്കിളിന്റെ വീട്ടിൽ വെച്ച്. നീ വരണം. ലാലു ആ വാചകം വായിച്ച് ഒരു വല്ലാത്ത ചിരിച്ചിരിച്ചു. എന്തോ കരുതി എന്ന പോലെ. അന്ന് രാവിലെ ശ്യാമിന്റെ ഓയിൽ ഫാക്ടറിയിൽ കൂടിയിരിക്കുകയാണ് ശ്യാമും കൂട്ടാളികളും. ശ്യാമും ശിഹാവും ശിവരാമനും കലിതുള്ളി നിൽക്കുകയാണ്. ആരാണവൻ? ഞാൻ അറിയാത്ത ശത്രു. എനിക്കൊരു ഊഹവും തരാതെ ഇരുട്ടിൽ നിന്ന് കളിക്കുന്നവൻ. ശ്യാം ആരോടൊന്നില്ലാതെ പറഞ്ഞു. ശ്യാമേ, നീയൊന്നടങ്ങ്. ശിവരാമൻ ശ്യാമിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. സേവ്യറെ, ആ കാറിന്റെ നമ്പർ നോട്ട് ചെയ്തായിരുന്നോ? ഷിഹാബ് ചോദിച്ചു. ഒന്ന് താഴെ നിർത്തിയിട്ട് വേണ്ടേ നമ്പർ നോട്ട് ചെയ്യാൻ? അടികൊണ്ട കവിൾ തടവി മുടന്തി സേവ്യർ ഒരിടത്ത് ഇരുന്നു കൊണ്ട് പറഞ്ഞു. നാണമില്ലേടാ, ഈ തടി കൊണ്ട് അറക്കാൻ കൊടുക്ക്. ശ്യാം സേവ്യറിനെ നോക്കി അരിശത്തോടെ പറഞ്ഞു. അതുമിതും പറയാതെ ചരക്ക് കണ്ടെത്താനുള്ള വഴി ആലോചിക്കുക, ശിവരാമൻ എല്ലാവരോടുമായി പറഞ്ഞു. ശ്യാം മധ്യ ക്ലാസ്സുമായി മുന്നോട്ട് നടന്നു ചിന്തയിലാണ്ടു. എന്നിട്ട് ഷിഹാബിനെയും ശിവരാമനെയും നോക്കി പറഞ്ഞു. കൊടൈക്കനാലിലുള്ള മണികണ്ഠൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. അവനെ ഞാൻ വേറെ ഒരു പണിയേൽപ്പിച്ചിരുന്നു. തൽക്കാലം അതവിടെ നിർത്താം എന്ന് പറഞ്ഞ് ശ്യാം മൊബൈൽ എടുത്ത് മണികണ്ഠനെ വിളിച്ചു. ഹലോ മണികണ്ഠ, നീ ഓയിൽ ഫാക്ടറി വരെ വാ എന്ന് പറഞ്ഞ് ശ്യാം ഫോൺ കട്ട് ചെയ്തു. മണികണ്ഠൻ ചെർപ്പളശ്ശേരിയിലുണ്ട്, ഇപ്പോൾ വരും. സേവ്യറെ, നീയും കൂടി അയാളോടൊപ്പം പോകണം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം. ആ പുന്നാരമോനെ എനിക്കിവിടെ കിട്ടണം. ശ്യാം അരിശത്തോടെ ഗ്ലാസ്സിലെ മദ്യം വലിച്ചു കുടിച്ചു. ശ്യാമേ, ഗോപിയുടെ മകൻ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അവനെ പൊക്കിയാൽ മറ്റവനെ പിടിച്ചുകൂടെ? ഷിഹാബ് ചോദിച്ചു. ശ്യാം പെട്ടെന്ന് ഗോപിക്ക് ഫോൺ ചെയ്തു. ആ ഗോപി, നീ നമ്മുടെ ഓയിൽ ഫാക്ടറി വരെ വാ, ഞാൻ അവിടെയുണ്ട്. കാര്യമൊക്കെ വന്നിട്ട് പറയാം. അല്ല ശ്യാമേ, ഗോപിയുടെ മകൻ എങ്ങനെ ഇവന്മാരുടെ കയ്യിലെത്തി? ശിവരാമൻ ചോദിച്ചു. ശ്യാം നടന്ന് ശിവരാമന്റെയും ഷിഹാബിന്റെയും അടുത്ത് വന്ന് പറഞ്ഞു. ഈ ചെർപ്പളശ്ശേരി ഗ്രാമത്തിൽ കളിച്ചു വളർന്ന് പല കൊള്ളാരതേമകളും ചെയ്ത് നാടുവിട്ടവരാണ് ഞങ്ങൾ 4 പേരും. തിരികെ നാട്ടിൽ വന്ന് 26-ാമത്തെ വയസ്സിൽ ഒന്നിച്ച് ഒരേ പന്തലിൽ വെച്ച് വിവാഹം കഴിച്ചു. അതിനുശേഷം ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമായി. ഗോപി അബ്കാരി ഗോപിയായി. മനോഹരൻ അമേരിക്കയിൽ ബിസിനസ്. സിദ്ധാർത്ഥൻ, അവൻ മാത്രം രക്ഷപ്പെട്ടില്ല. ഒരു ആക്സിഡന്റിൽ അവൻ മരിച്ചു. സിദ്ധാർത്ഥൻ മരിച്ചതിൽ പിന്നെ ഞങ്ങൾ ഒന്നിച്ചൊരു ബിസിനസ്സും നടന്നിട്ടില്ല. പക്ഷേ ഇന്നറിയും ആ ഗോപി ശ്യാം ആരാണെന്ന്. ഇന്നേ അറിയൂ.